വിശദീകരണങ്ങൾ കൂടുമ്പോൾ കുട്ടികൾ കാണുന്നത് അവിടുത്തെ സാധ്യതകളെ പറ്റി കൂടിയാണ്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും ഞാനൊരു കോളേജിൽ ഒരു ആൾക്കാർക്ക് എന്ത് ക്വസ്റ്റ്യൻ വേണമെന്ന് ചോദിക്കാം. ഒരു ഓപ്പൺ മാസ് കൗൺസിലിംഗ് പ്രോഗ്രാമാണ്. ക്വസ്റ്റ്യൻ എഴുതിത്തരാൻ പേര് വേണ്ട. അപ്പോഴെനിക്ക് ഞങ്ങൾ വന്ന ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ റാൻഡമായിട്ട് എടുത്തിട്ടാണ് വായിക്കുക. കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു കോളേജിലാണ്. അന്ന് കുറച്ച് നാൾ മുമ്പാണ്. അപ്പോൾ നമുക്ക് 2000-ഓളം 3000-ഓളം കുട്ടികളൊക്കെ ഇരിക്കണം. അത് ക്വസ്റ്റ്യൻ റാൻഡമായിട്ട് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയൊരു ചോദ്യം ഇതാണ്: സാർ, ഒളിച്ചോടുമ്പോൾ എന്തൊക്കെ എടുക്കണം? ഇതാണ് ചോദ്യം. അപ്പോൾ ഒളിച്ചോടുമ്പോൾ എന്തൊക്കെ എടുക്കണം എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് 8-10 വർഷം മുമ്പത്തെ ഒരു സമയമാണ്. ഫണ്ണായിട്ട് ക്വസ്റ്റ്യൻ എഴുതാമെന്ന് പറഞ്ഞിരുന്നു. ഫണ്ണാണെങ്കിലും ഇതിന് ഉത്തരങ്ങളുണ്ട്. അപ്പോൾ ഒളിച്ചോടണോ വേണ്ടയോ, അല്ലാതെ തീരുമാനങ്ങളാക്കാവോ, ഇപ്പോൾ അതൊന്നും ആൾക്കാരില്ല. ഒളിച്ചോടുമ്പോൾ എന്തൊക്കെ എടുക്കണം എന്നുള്ള ഒരു ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈവൻ അവർ ആധാർ കാർഡ് എടുക്കണോ, പാൻ കാർഡ് എടുക്കണോ, പാൻ കാർഡും ആധാർ കാർഡും ഉള്ളതിന് മുമ്പാണെന്ന് എനിക്ക് തോന്നി ഈ ക്വസ്റ്റ്യൻ. എന്ന് പറയുന്ന ആളുകൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് എന്തെങ്കിലും മറ്റ് ചില സാധ്യതകളുണ്ടോ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സ് വളരെ വിചിത്രമാണ്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഈ ആത്മഹത്യയുടെയൊക്കെ റിപ്പോർട്ടിങ്ങിന് താഴെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധനെ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ നമ്പറൂടെ കൊടുത്തുകൊണ്ട് പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമകളിലെ വളരെ രസകരമായൊരു കാര്യം പറയാം. എനിക്ക് പൃഥ്വിരാജ് പറഞ്ഞ ആ കുറിപ്പ് ഞാൻ വായിച്ചില്ല. എങ്കിലും പൃഥ്വിരാജ് അങ്ങനെ പറഞ്ഞത് സഹാനുഭൂതിയും ദയയും നന്മയും ഒക്കെ വേണമെന്ന് വളരെ ആദരവ് അർഹിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു നടൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്ന നിലയിലൊക്കെ ഒരുപാട് പ്രതിഭ തെളിയിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. നന്മയെക്കുറിച്ചും സഹാനുഭൂതിയെക്കുറിച്ചും എഴുതിയ വാക്കുകളെയൊക്കെ തീർച്ചയായിട്ടും ആദരവോടുകൂടി തന്നെ കാണുന്നു. പക്ഷേ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ, നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ എൻ്റെ ഒരു ചോദ്യമാണ്, അത് പൃഥ്വിരാജ് അടക്കമുള്ള ആളുകൾ ചിന്തിക്കപ്പെടേണ്ടത്: ഏത് സിനിമയിലാണ് ഈ സഹാനുഭൂതി പ്രൊമോട്ട് ചെയ്തുള്ള സിനിമകൾ വന്നിട്ടുള്ളത്? ഈ ഫൊർഗീവ്നെസ്സിന് വാല്യൂ കൊടുത്തുകൊണ്ടുള്ള സിനിമ ഇവരാരെങ്കിലും ഇപ്പോൾ ചിത്രീകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയം പോലുമില്ല, ഞങ്ങൾ സിനിമയെ കണ്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ ഇവർ സിനിമയിൽ എല്ലാ സിനിമാ പ്രവർത്തകരും അവരുടെ സിനിമയൊന്ന് ഹിറ്റാകാൻ 100 കോടി ക്ലബിലേക്ക് എത്താൻ, 150 കോടി ക്ലബിലേക്ക് എത്താനകത്ത് അവർ ടെറർ കൂടുതലായിട്ട് കാണിക്കുന്നു. മദ്യപാനവും പുകവലി ആരോഗ്യത്തിന് ഹാനികരം താഴെ എഴുതി കാണിക്കുന്നുണ്ട്. കത്തിക്കുത്തും കൊലപാതകവും തോക്കിൻ്റെ പടയും കാണിക്കുന്നതിന് താഴെ ഇത് സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി തയ്യാറാക്കിയതാണ്, ഇത് യഥാർത്ഥമല്ല, ഈ വ്യക്തികൾ ഇത് കുട്ടികളെ അനുകരിക്കരുതെന്നുള്ള പോസ്റ്റ് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഒരിക്കൽ ഈ ഒരു ചിന്ത വന്നപ്പോഴാണ് എനിക്ക് 1-2 ഇൻ്റർവ്യൂവിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ കാര്യം, അത്തരം സീനുകൾ വരുമ്പോഴും താഴെ എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ? ആനിമൽ കണ്ടിട്ടുണ്ടോ? കില്ലിൽ കണ്ടിട്ടുണ്ടോ? മാർക്കോയെ കണ്ടിട്ടുണ്ടോ? കുത്തി മലത്തുന്ന സീനുകളെല്ലാം സിനിമയുടെ ഇത് യഥാർത്ഥ സംഭവങ്ങളല്ല, സിനിമയ്ക്ക് വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്നതാണ്. അല്ലെങ്കിൽ കൊലപാതകം വേണ്ട, അങ്ങനെയല്ലെങ്കിൽ കൊലപാതകം, മറ്റൊരാളെ ജീവനെടുക്കുന്ന പ്രവൃത്തികൾ ഒന്നും അനുകരിക്കപ്പെടാവുന്നതല്ല, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്, സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണെന്നുള്ള രീതിയിൽ ഈ മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരെന്ന് പറയുന്ന പോലെ എഴുതി കാണിക്കാതെ വരുമ്പോൾ കുട്ടികളുടെ മനസ്സ് എന്താ എടുക്കുന്നത്? മദ്യപാനം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, നാർക്കോട്ടിക് ഡ്രഗ്സും ഉപയോഗിക്കുന്നത് ശരിയല്ല, ഇത് രണ്ടും എഴുതി കാണിക്കുന്നുണ്ട്. കൊല്ലാം, ഓക്കെ, കൊല്ലുന്നതിന് കുഴപ്പമില്ല, വെടിവെക്കുന്നതിന് കുഴപ്പമില്ല, ബാക്കി എന്ത് ഒരു പക്ഷേ മോശം കാര്യങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. കാരണം അതിൻ്റെ താഴെ ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനം ഇല്ല. ഇപ്പോൾ നമുക്ക് സാംസ്കാരിക വകുപ്പുണ്ട്, വേറെ പല വകുപ്പുകളുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് താഴെ ഇത്തരത്തിൽ ക്രൈം സീനുകൾ കൂടുമ്പോൾ അതിനെതിരെ മുന്നറിയിപ്പുകൾ കൊടുക്കേണ്ടതുണ്ട്. ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്നതിന് താഴെ മുന്നറിയിപ്പുകൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ മരണത്തെ കാണുമ്പോൾ ഇത് ഓക്കെയാണ്, എനിവൺ ക്യാൻ ഡു എനിത്തിങ്. അമ്മ നഷ്ടപ്പെടുന്നു മക്കളാൽ, അച്ഛൻ നഷ്ടപ്പെടുന്നു മക്കളാൽ. അപ്പോൾ ഇത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ മാനസികാരോഗ്യം തകർത്ത് കളയുന്ന രീതിയിലേക്കുള്ള പല കാര്യങ്ങളും കൂടുതൽ ആളുകൾ കാണുന്ന സിനിമയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട് വരുമ്പോൾ സിനിമ സൂപ്പർ ഹിറ്റാവും. അത് 5-ാം പാതിര ആയിക്കോട്ടെ, 6-ാം പാതിര ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ സിനിമ, എനിക്ക് പേരെടുത്ത് പറയാനായിട്ട് അറിയത്തില്ല. അപ്പോൾ പലതും എനിക്ക് ഓർമ്മ, ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയെന്ന് പറയുന്നതാണ്. ഏത് സിനിമയാണെങ്കിലും അതിനകത്ത് ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ, അപ്പോൾ ഇപ്പോൾ ദൃശ്യം 2-നകത്ത് നമ്മൾ സിനിമ നല്ല സുന്ദരമായിട്ട് ഓടി, എങ്ങനെ മനോഹരമായിട്ട് നുണ പറയാം എന്നതിലേക്ക് ഉള്ളൊരു ഓറിയൻറ്റേഷൻ ആയിരിക്കാം കുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ ഈ സിനിമാ പ്രവർത്തകരെയോ അതിൻ്റെ അണിയർ പ്രവർത്തകരെയോ, കാരണം ഞാൻ ഈ സിനിമയും ഒക്കെ ആയിട്ടും പലരുമായിട്ടും തീർച്ചയായിട്ടും നല്ല സൗഹൃദങ്ങളുള്ളതാണ്, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ മാസ് സൈക്കോളജിക്കൽ ഹിപ്നോസിസ് പ്രോസസ്സാണ് ഒരു സിനിമ. സിനിമ കലയ്ക്ക് വേണ്ടിയാണ്, നിങ്ങൾ കാണുന്നവരുടെ മനസ്സിൽ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം എടുക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാ സിനിമാ പ്രവർത്തകരും പറയുന്നൊരു പോയിൻ്റാണ്. പക്ഷേ അവർ പച്ചയ്ക്ക് ചെയ്യപ്പെടുന്ന പല കാര്യങ്ങൾക്കകത്തും ക്ഷമയുടെ, സഹാനുഭൂതിയുടെ, നന്മയുടെ ഡയലോഗുകൾ പോലും ഇപ്പോൾ ഇല്ല. അതിന് മാർക്കറ്റില്ല എന്നാണ് അവർ പറയുക. അപ്പോൾ ഈ മാർക്കറ്റില്ലാത്ത സാധനം ചെയ്തിട്ട് പിന്നീട് ഒരു പോസ്റ്റ്, ഓക്കെ, ഞങ്ങളുടെ സിനിമകൾ നിങ്ങൾ സിനിമയായിട്ട് കാണുക, പക്ഷേ സഹാനുഭൂതിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് പുലർത്തേണ്ടതെന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ എല്ലാ ആളുകളും, എല്ലാ നടന്മാരും എല്ലാ നടീനന്മാരും അങ്ങനെ ഇടുമ്പോൾ
എനിക്ക് തീർച്ചയായിട്ടും ഞാൻ അതിനെ ആദരവോടുകൂടി കാണുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നമ്മുടെ മലയാള സിനിമയുടെ അടക്കം ഇന്ത്യൻ സിനിമയുടെ സ്വഭാവം ഒന്ന് മാറ്റിക്കൂടാ? ഇൻസ്പയർ ചെയ്യുന്ന എത്ര സിനിമകൾക്ക് സാധ്യതകളുണ്ട്, പോസിറ്റീവായ കുടുംബ വാല്യൂസ് പറയുന്ന എത്ര സിനിമകളുണ്ട്. ഈ കൊന്നില്ലെന്നോർത്ത് സിനിമ ഓടില്ലേ? അല്ല കൊല്ലുന്ന അല്ലെങ്കിൽ അപ്പോൾ സമൂഹത്തിൽ ലോകത്തിൽ തീർച്ചയായിട്ടും ഏതോ ഒരു കോർണറിൽ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ഇത് സിനിമയിലേക്കാകുമ്പോൾ, ഇത് പത്രത്തിലേക്ക് വലിയൊരു ചരിത്ര ലേഖനമാകുമ്പോൾ ഇത് കാണാത്ത ആൾക്കാർക്ക് ഇങ്ങനൊരു സാധ്യതയുണ്ടല്ലേ, ഇതല്ലേ അവർക്ക് കിട്ടുക. കാരണം മനുഷ്യൻ്റെ വിചിത്രമായ മനസ്സിനനുസരിച്ചിട്ട് അവന് സാധ്യതകൾ കൊടുക്കുന്നതനുസരിച്ച് അവന് ക്രൈമിൻ്റെ റേറ്റ്, അച്ഛനെ വേണമെങ്കിൽ ഉപദ്രവിക്കാം അല്ലേ, അമ്മയെ അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ, അധ്യാപകനെതിരെ എനിക്ക് എന്നും പറയാമല്ലേ, അപ്പോൾ എനിക്കിതിരെ കേസ് എടുക്കത്തില്ലല്ലേ. ഈ സാധ്യതകളൊക്കെ എങ്ങനെയാണ് നമുക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് വരിക? അപ്പോൾ വളരുന്ന തലമുറയെക്കുറിച്ച് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ സിനിമാ പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും സാധാരണ പ്രവർത്തകർക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും, എല്ലാ മനുഷ്യരും, എനിക്കും നിങ്ങൾക്കും, നമുക്കെല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ കത്തിമുന എങ്ങനെ വേലും ആകാം. ഏതോ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് പൂരപ്പറമ്പിൽ എന്തോ സംഭവം തൃശ്ശൂർ തേക്കിങ്ങാട് മൈതാനത്ത് ന്യൂ ഇയറിന്റെ അന്ന് 16ഉം 14 വയസ്സുള്ള, അതിൽ 14 വയസ്സുള്ള കുട്ടിയാണ് കൂടുതൽ മാരകമായിട്ട് 30 വയസ്സുള്ള ഒരാളെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് വാക്തർക്കത്തിന്റെ പേരിൽ, അതായത് നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചതിനെ സദാചാരമാണെന്ന് പറയുകയും അത് തുടർന്നുണ്ടായ വാക്കേറ്റവും മൂലം ഉണ്ടായിട്ടുള്ളൊരു ഒരു ഒരു വാക്തർക്കം എടുത്തുടനെ അത് കത്തിക്കുത്തിലേക്കാണ്. അതെ അതെ അതെ. അപ്പൊ ഈ കുട്ടികൾക്ക് എവിടുന്നാണ് ഇത്രയും പ്രേരണ കിട്ടുന്നത്? അതുപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതിനും കുട്ടികൾക്ക് എവിടുന്നാണ് ഈ ഇൻസ്പിറേഷൻ കിട്ടുന്നതെന്ന് അറിഞ്ഞാൽ ഒരു താല്പര്യമുണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ വായിച്ചപ്പോ ഒരു SI ഒരു കുട്ടിയോട് നീ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ SIയെ പിടിച്ച് ഇടിച്ച് SIയുടെ താടിയലിനും തലയ്ക്കും പരിക്ക് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പൊ നമ്മുടെ ഫോഴ്സിനെ ഒക്കെ മറികടന്നാലൊക്കെ എന്തോ വലിയ കാര്യമാണ്, അല്ലെങ്കിൽ അത് ഓക്കെയാണ്, അത് കൂളാണെന്നുള്ളൊരു മെന്റാലിറ്റി എവിടെയോ സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഹീറോയിസം എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഇപ്പം നമ്മൾ പണ്ടത്തെ കാലത്ത് ഡാ എന്ന് ചോദിച്ചാൽ എന്നടാ എന്ന് ചോദിക്കപ്പെടുന്ന ഒരു സാധനമുണ്ട്. ഈ ചോദ്യത്തിൽ നിന്നു. ഇവിടെ ചോദ്യമില്ല, കുത്താണ് വെട്ടാണ്. ഞാനിതാകെ കണ്ടിട്ടുള്ള സിനിമയിലുള്ളൂ. നോവലിൽ പോലും പിന്നെയും ചർച്ചയ്ക്ക് സാധ്യതകളുണ്ടെന്നുണ്ട്. മോഡലുകൾ എത്ര കിട്ടുന്നു ആ മോഡലുകളിലേക്ക് വരും. ഞാൻ പറയുമ്പോൾ ഞാൻ കുറച്ച് സിനിമ കൂടുതൽ റെഫർ ചെയ്യുന്നതിൻ്റെ അർത്ഥം സിനിമയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്, സിനിമയാണ് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും കാരണം നല്ല കേട്ടോ. തീർച്ചയായിട്ടും സമൂഹത്തിലുള്ളതാണ് സിനിമയിൽ വരുന്നത്. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ സമൂഹത്തിലെ അത് കുറച്ചുകൂടെ അങ്ങ് ക്ലിയർ ആകും ആൾക്കാർക്ക് എന്താണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതെല്ലാ കാലത്തുള്ള ചർച്ചയാണ്. സമൂഹത്തിലുള്ളത് മാത്രമേ ഞങ്ങൾ സിനിമയാക്കുന്നുള്ളൂ എന്നാണ് സിനിമാ പ്രവർത്തകർ പറയുന്നത്, എൻ്റെ സുഹൃത്തുക്കളടക്കം. അപ്പോൾ പക്ഷേ പലപ്പോഴും ഈ മോഡലുകൾ കിട്ടുക എന്ന് പറഞ്ഞു വെച്ചാൽ കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, ചുറ്റും നടക്കുന്ന സംഭവവികാസങ്ങളിലൂടെയാണ് നമ്മുടെ ഒരു സോഷ്യൽ സൈക്കി എന്ന് പറയും, സാമൂഹ്യ മനഃശാസ്ത്രം എന്ന് പറയും. ഈ സാമൂഹ്യ മനഃശാസ്ത്രം, സോഷ്യൽ സൈക്കി ഡെവലപ്പ് ചെയ്യുന്നത് ഒരു സമൂഹത്തിൽ കരുണയുള്ള സമൂഹമാണ്, സ്നേഹമുള്ള സമൂഹമാണ്, ക്ഷമയുള്ള സമൂഹമാണ്. ഇത്തരത്തിലുള്ള മോഡലുകൾ, ഇത്തരത്തിലുള്ള സെമിനാറുകൾ, ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ക്ഷമിക്കേണ്ടതെന്ന് പഠിപ്പിക്കുക, എങ്ങനെയാണ് ഒരു തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതെന്ന് പഠിക്കുക. കത്തിയുമായിട്ട് നടക്കുന്ന 14-കാരനും 13-കാരനും കത്തിയുമായിട്ട് നടക്കണം ആരാണ് പഠിപ്പിച്ചത്? അപ്പോൾ കത്തി കൈവച്ച് നടക്കപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ മോഡലുകൾ അവൻ എവിടെ നിന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ മോഡലുകൾ കൊണ്ട് ഓട്ടോമാറ്റിക്കലി അവന് ക്ഷോഭമുള്ളതാണ്. ദേഷ്യം നിയന്ത്രിക്കാനുള്ള കല പഠിച്ചിട്ടില്ല, സ്കൂളിൽ പഠിപ്പിച്ചിട്ടുമില്ല. കാരണം ആത്മനിയന്ത്രണമില്ലായ്മ ഏറ്റവും കൂടുതലുള്ള ഒരു കൗമാരപാലം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ചോദ്യം ചെയ്യുന്നതിനെ വകവരുത്തുക എന്ന് പറയുന്നത് ഹീറോയിസമാണ്. കാരണം ഇപ്പോഴത്തെ എല്ലാ സിനിമകൾക്കകത്തും ഹീറോയാണോ വില്ലനാണോ കൂടുതൽ കൊലപാതകങ്ങൾ നടത്തുന്നത്?